ഹലോ ഗായ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ആ മൂഞ്ചി ട്രാൻസിഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഈ ഫീൽഡിൽ പുതിയതാണെന്ന്. സംഭവമൊന്നുമില്ല. നമ്മുടെ മാംഗോ സീസണിൻ്റെ ടൈമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന മാംഗോ റീബിൻ പുഡിംഗ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ചുള്ള കാര്യമൊന്നുമില്ല, റെസിപ്പി ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല. പിന്നെ നിങ്ങൾക്ക് റെസിപ്പി വേണമെന്നാണെങ്കിൽ യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കാൻ മതി. ഒരു 10,000 ഇൻഫ്ലുവൻസസ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത്, ഞാനിത് ചെയ്തപ്പോൾ എങ്ങനെയാണ് വന്നതെന്നൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. എൻ്റെ ഒരു കുരിപ്പ് ഇവിടെ ഒന്ന് ടച്ച് ആക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ബാക്കിൽ മതി മതി എന്നൊക്കെ പറയുന്നുണ്ട്. മതിയാവാനായില്ല മോനെ, ഒരു മിനിറ്റ് ഇത് കംപ്ലീറ്റ് ആക്കട്ടെ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഗൈസ്, ഇത് നല്ല മെനക്കെട്ട പണിയാണ്. ഈ ഇവൻ സമ്മതിക്കുലടോ. വെയിറ്റ് ഇത് കംപ്ലീറ്റ് ആക്കട്ടെ. അപ്പോൾ നമ്മൾ യൂഷ്വലി കിച്ചണൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അന്നേരം ക്ലീൻ ആക്കി നല്ല അടിപൊളിയാക്കി സെറ്റാക്കി നമ്മൾ ഫുഡ് ആവുന്ന ടൈം കൊണ്ട് നമ്മൾ കിച്ചൺ ഒരു 50-70% ക്ലീൻ ആയിട്ടുണ്ടാവുമല്ലോ. ഇതങ്ങനെയല്ല. ഇത് മെനക്കേടാ. നമ്മുടെ മുന്നിൽ ഒരു ട്രൈപോഡ്, അതിൻ്റെ മേലെ ഒരു ക്യാമറ, അത് ഓണാക്കണം ഓഫ് ആക്കണം, ബാക്കിലെ അതിനെ എടുത്തുകൊണ്ട് നടക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടൊരു വീഡിയോ എടുക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഈ ചാണകപ്പുളി വീഡിയോ എടുക്കാൻ ഞാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയൂ. അപ്പോൾ ഈ കുറച്ച് നല്ല ക്വാളിറ്റിയിലും നല്ല നല്ല രസത്തിലൊക്കെ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ പിന്നിൽ ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അത് ചില്ലറയെന്നായിരിക്കില്ല. ഞാൻ ഇപ്പം മനസ്സിലാക്കിയത് ഈ ഒരു റെസിപ്പി, ഈ ചോട്ടാ പീച്ച റെസിപ്പി ഉണ്ടാക്കിയപ്പോൾ എൻ്റെ കിച്ചൻ്റെ അവസ്ഥയൊന്ന് കാണണേനു നിങ്ങൾ. എനിക്ക് 2 ദിവസം അതിൻ്റെ ട്രോമ ഉണ്ടായേ. അതൊന്ന് ക്ലീൻ ആക്കി എടുക്കാൻ ഞാൻ പെട്ട പാട്, എൻ്റെ പൊന്നോ. അപ്പോൾ ഇത് നല്ല മെനക്കേടുള്ള പരിപാടിയാണ് ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നത്. അതും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണോ, ഞാൻ ഈ വീഡിയോ ഓൾറെഡി എടുത്തു വെച്ചിട്ട് ഏതാണ്ട് ഇപ്പോൾ 2 വീക്സ് ആയി. ഡെയിലി ഞാനിത് വോയിസ് ഓവർ കൊടുക്കും, ഡിലീറ്റ് ആക്കും, വോയിസ് ഓവർ കൊടുക്കും, ഡിലീറ്റ് ആക്കും. ഇതാണ് എനിക്ക് മെയിൻ പരിപാടി. കാരണം ഞാൻ ഒന്നിനും സാറ്റിസ്ഫൈഡ് അല്ല, എനിക്ക് ആവുന്നില്ല. എത്രയോ നല്ല നല്ല വീഡിയോസ് കണ്ടിട്ട് ഇതൊക്കെ അപ്ലോഡ് ചെയ്താൽ ആൾക്കാരെന്നെ പുച്ഛിച്ച് തള്ളൂല്ലേ എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക്. അപ്പോൾ ഗൈസ്, കണ്ട എൻ്റെ അടുക്കള കണ്ട, എൻ്റെ റൊപ്പയൊക്കെ കാണുമ്പോൾ ടെൻഷൻ ആവുന്നു. അപ്പോൾ എങ്ങനെയല്ലോ ഏതാണ്ട് ഒരു വിധം ഞാൻ റെസിപ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ ചെക്ക സമ്മതിക്കൂലട്, അടുക്കി റെസിപ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാങ്ങ കണ്ട, ഇത് ഞാൻ ലാസ്റ്റ് ഒരു മാങ്ങയുടെ ബാക്കി വെച്ചതാ ഗാർണിഷ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ എൻ്റെ മനസ്സങ്ങ് മാറി. ആകെ രണ്ടാൾക്കാരെ ഈ വീട്ടിലുള്ളത്. അപ്പോൾ വെറുതെ ഒരു മാങ്ങയും കൂടി വേസ്റ്റ് ആക്കണ്ടല്ലോ വെച്ച്. ഓൾറെഡി കുറേ സംഭവങ്ങൾ വേസ്റ്റായി. ഈ ആള് എണ്ണ അറിയാണ്ട് ചെയ്യുന്നതുകൊണ്ട് ഈ കസ്റ്റർഡൊക്കെ മൊത്തം ബാക്കിയായിരുന്നു. അവസാനം ഞാൻ ഉണ്ടാക്കിയ പുഡിങ് ഫ്രീസ് ചെയ്തു, ഒന്ന് കഴിച്ചു നോക്കി. മസ്റ്റ് ട്രൈ ആയിട്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അത് ഞാൻ മസ്റ്റ് ആയിട്ടും പറയും. അപ്പോൾ ഇന്നത്തേക്ക് അത്രയൊക്കെ ഉള്ളൂ. ഇനിയും കാണാം കേട്ടോ. ബൈ.